Hello friends, Technique മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ അഫോർഡബിൾ പ്രൈസ് സെഗ്മെന്റിലുള്ള ഒരു 5G ഡിവൈസ് ആണ്. പ്രോബ്ലി 10,000 രൂപയ്ക്ക് താഴെ നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഒരു 5G ഡിവൈസ് ആണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഐക്യൂവിൻ്റെ ഏറ്റവും പുതിയ iQOO Z10 Lite. അപ്പോൾ iQOO ഈ വർഷം iQOO Z10 ഇറക്കി, അതേപോലെ Z10X ഇറക്കി. അത് അറൌണ്ട് 15,000 to 20,000 അല്ലെങ്കിൽ ഒരു 13,000 to 20,000 പ്രൈസ് സെഗ്മെന്റിലാണ് നിന്നത്. ഇത് അതിലും പ്രൈസ് കുറഞ്ഞ ഒരു ഡിവൈസാണ്. വളരെ ബേസിക് ആയ ഹാർഡ്വെയർ ആണ്, എന്നാൽ ആ പ്രൈസ് സെഗ്മെന്റ് വേണ്ട എല്ലാ ഫീച്ചേഴ്സും തന്നെ ഉണ്ട്. Dimensity 6300 ചിപ്പാണ്, അതിനൊപ്പം തന്നെ 6000 mAh ബാറ്ററി ഉണ്ട്. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹാർഡ്വെയർ ഉണ്ട്, എന്നാൽ വിലയും അതിനകത്ത് വിലയുള്ളൂ എന്നുള്ളത് പറയാം. അപ്പോൾ വില നമുക്ക് എക്സാക്ട് വില നമുക്ക് അറിയില്ല, എന്നാണെങ്കിലും ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിലെ 5G ഡിവൈസ് ആണെന്ന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ iQOO Z10 Lite ഇതാണ് ബോക്സ് പാക്കേജ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന് അൺബോക്സിംഗ് ചെയ്തിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. അപ്പോൾ അൺബോക്സിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിംഗ് തുടങ്ങാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. നമുക്ക് iQOOന്റെ ബോക്സ് പാക്കേജ് കാണാം. ഇവിടെ iQOO Z10 Lite എന്ന് എഴുതി കാണാം. കളർ ടൈറ്റാനിയം ബ്ലൂ എന്നാണ്, അതേപോലെ തന്നെ ഒരു ഗ്രീൻ കളറും കൂടി ഉണ്ട്. ഇത് നമുക്ക് കിട്ടിയിട്ട് ടൈറ്റാനിയം ബ്ലൂ ആണ്. അപ്പോൾ തിക്നെസ് ഉണ്ടല്ലേ 0.819 സെന്റിമീറ്റർ, അതായത് 8.1 mm തിക്കാണ് വരുന്നത്. ഇതാണ് ഡയമെൻഷൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ ബോക്സ് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ ആദ്യം നമുക്ക് മുകളിൽ തന്നെ ഡിവൈസാണ്, ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുക. ബ്ലൂ കളർ കാണാം. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു സാധാരണ TPU കേസാണ്. പിന്നെ വാറൻറ്റി ആൻഡ് മാനുവൽ ഇൻഫർമേഷൻ ആണ്. ഇതല്ലേ ഇത്രയാണ് നമുക്ക് വരുന്നത്. പിന്നെ ഒരു അഡാപ്റ്ററാണ്. ഇതൊരു 15 watt അഡാപ്റ്ററാണ്. 5 volt 3 ampere 15 watt അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. ബേസിക് ചാർജിങ് മാത്രമേ ഉള്ളൂ. അതുകൂടാണ്ട് തന്നെ നമുക്കൊരു ചാർജിങ് കേബിളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സിം ഇജക്ടർ പിന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. വളരെ ബേസിക് ലെവൽ ഒരു ഡിവൈസാണ്. നമുക്ക് ഹാർഡ്വെയർ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് ഇതുണ്ടല്ലേ, നല്ല ഒരു സ്റ്റൈലിഷ് ലുക്കിംഗ് ആണെന്ന് പറയാം. ആ ക്യാമറ യൂണിറ്റ് ഒക്കെ നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ഡിഫറെൻറ്റ് പാറ്റേൺസ് കാണാം. അതേപോലെ തന്നെ ഇവിടെ ഉണ്ടല്ലേ ഒരു ലൈൻസ് കാണാം. അപ്പോൾ നല്ലൊരു ഡിസൈൻ ലാംഗ്വേജ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ ഒരു അടിപൊളി ഒരു സ്ക്വയറിഷ് കൈൻഡ് ഓഫ് പാറ്റേൺ എന്ന് വേണമെങ്കിൽ പറയാം. വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ലേ ഔട്ട് ഉണ്ട്. പിന്നെ iQOOന്റെ ബ്രാൻഡിങ്ങും കാണാം. ഇവിടെ ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കാണാം. സൈഡിൽ ഫിംഗർ പ്രിന്റ് സ്കാനറും അതേപോലെ തന്നെ പവർ ബട്ടണുമാണ് വരുന്നത്. വോളിയം കീസാണ് വരുന്നത്. സ്പീക്കർ യൂണിറ്റ് കാണാം. മുകളിൽ സൈഡിൽ സിം ട്രെയിൻ, താഴെ USB Type-C പോർട്ടും 3.5 mm ഓഡിയോ ജാക്ക് കാണാം. മൈക്രോഫോൺസ് കാണാം. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് കുഴപ്പമില്ല, തിക്നെസ്സും വലിയ കുഴപ്പമില്ല. ഇൻഹാൻഡ് എക്സ്പീരിയൻസും നല്ലതാണ്. 6.7 inches ഡിസ്പ്ലേ ഉണ്ട്. തന്നെ കുറച്ച് വലുതാണ്, എന്നാലും നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ്. ബിൽഡ് ക്വാളിറ്റി കുഴപ്പമില്ല. IP65 റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബേസിക് ലെവൽ ഓഫ് വാട്ടർ ഇൻഗ്രസ് വരുന്നുണ്ട്. പിന്നെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. പ്ലാസ്റ്റിക് ബിൽഡാണ്, എന്നാലും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഡിസ്പ്ലേയിലേക്ക് വരാം. ഡിസ്പ്ലേയിൽ വരുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു LCD ഡിസ്പ്ലേ ആണ്. ഇത് ഒരു IPS LCD പാനലാണ്. അതുമാത്രമല്ല ഇത് ഒരു HD റെസൊല്യൂഷൻ ആണ്. HD+ ആണ്. ഇത് ഫുൾ HD അല്ല, HD+ ആണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലി ഒരു പോരായ്മ എന്ന് വേണമെങ്കിൽ പറയാവുന്നത്. കാരണം ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലാണെങ്കിൽ നമുക്കൊരു ഫുൾ HD കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇത് HD+ ഡിസ്പ്ലേ 6.74 inches ഡിസ്പ്ലേ ആണ്. 90 Hz റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അഗെയിൻ അത്രയ്ക്കൊരു ഭയങ്കര സ്മൂത്ത് അല്ല, എന്നാലും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. 1000 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ്. ഇത് ഹൈ ബ്രൈറ്റ്നസ് മോഡിലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ക്യാമറ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ബെസൽസ് വാട്ടർ ഡ്രോപ്പ് ആണ്. എഗെയിൻ പഞ്ച് ഹോൾ കൊടുക്കാമായിരുന്നു, വാട്ടർ ഡ്രോപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഈ പഞ്ച് ഹോളിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയി എനിക്ക് തോന്നിയത് ഫുൾ HD കൊടുക്കാമായിരുന്നു എന്നാണ്. ഇത് HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ കളേഴ്സ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കളേഴ്സ് ഒക്കെ ഉണ്ട്. ബ്രൈറ്റ്നസ് ലെവൽസും നല്ലതാണ്. ടച്ച് റെസ്പോൺസ് കുഴപ്പമില്ല. എന്നാൽ HD+ന്റെ ആ ഒരു പോരായ്മ ഡെഫിനറ്റ്ലി നമുക്ക് കാണാൻ സാധിക്കും. ഫുൾ HD തന്നെ കുറച്ചുകൂടെ ഡെഫിനറ്റ്ലി നല്ല ബെറ്റർ എക്സ്പീരിയൻസ് ആയിന്. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേ എക്സ്പീരിയൻസ്. ഓവറോൾ മൾട്ടിമീഡിയ ഒക്കെ കാണാനൊക്കെ ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ 90 Hz ആണ് റിഫ്രഷ് റേറ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ അടുത്ത് നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. സോഫ്റ്റ്വെയർ ഒബ്വിയസ്ലി ഫൺ ടച്ച് OS ആണ് വരുന്നത്. എബൌട്ട് ഡിവൈസ് എടുക്കാം. നമുക്ക് ഫൺ ടച്ച് OS 15 ആണ് വരുന്നത്. Dimensity 6300 octa-core processor, 2 years of Android updates, 3 years of security patch ആണ് വരുന്നത്. 256 GB സ്റ്റോറേജ് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ നമുക്കതും കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ്. കാരണം ബഡ്ജറ്റ് സെഗ്മെന്റിലാണെങ്കിൽ സാധാരണ നമുക്ക് 128 വരാറുള്ളൂ, എന്നാലും ഇവിടെ 256 ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ UI എക്സ്പീരിയൻസ് നമുക്ക് ഡെഫിനറ്റ്ലി എല്ലാ ഇതിൽ കാണുന്ന പോലെ തന്നെ ഓപ്ഷൻസ് കാണാം. പേഴ്സണലൈസേഷൻ ഓപ്ഷൻസ്, ഡൈനാമിക് എഫക്ട്സ്, അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. വാൾപേപ്പർ തീമിങ്, ഇതെല്ലാം ബേസിക് ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ
ബ്ലോട്ട് വേസിൻ്റെ സീൻ പറയുകയാണെങ്കിൽ അത്യാവശ്യം ബ്ലോട്ട് വേസ് ഉണ്ട്, ആപ്സ്, അതേപോലെ ഗെയിംസ് ഉണ്ട്, പിന്നെ ലിങ്ക്ഡിൻ, അങ്ങനെ കുറച്ച് ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്, ഫോൺ പേ, നെറ്റ്ഫ്ലിക്സ്. എന്നാലും ഒരുപാട് ബ്ലോട്ട് വേസ് ഇല്ല, കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് വേണമെങ്കിൽ പറയാവുന്നതാണ്. പിന്നെ ഫണ്ട് ചോയ്സ് നമുക്ക് റെഗുലർലി കിട്ടുന്ന ഓപ്ഷൻസ് എല്ലാം തന്നെ ഇവിടെ ഉണ്ട്, കണ്ടില്ലേ. 2 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ഉണ്ടാവുകൊണ്ട് കുഴപ്പമില്ല. ഒരു ബഡ്ജറ്റ് സെഗ്മെന്റ് 2 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ഡെഫിനറ്റ്ലി നല്ലതാണ് ഞാൻ പറയുള്ളൂ. പക്ഷേ എന്നാൽ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയത്. ബാക്കിയെല്ലാം കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഒരു ഡിവൈസ്. Dimensity 6300 ചിപ്പും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് പെർഫോമൻസിലേക്ക് പോകാം. ഇതിൽ വരുന്നത് Dimensity 6300 5G ചിപ്പാണ്. ഇതൊരു അഗെയിൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബഡ്ജറ്റ് ചിപ്പാണ്. കാരണം ഇതിന് ആൻഡ്രോയിഡ് സ്കോർ പറയുക അറൗണ്ട് 4,30,000 4,40,000 ആ റേഞ്ചിലാണ് വരുന്നത് ആൻഡ്രോയിഡ് സ്കോർ. LPDDR4X റാമും UFS 2.2 ആണ് കൊടുത്തിരിക്കുന്നത്. അഗെയിൻ ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് അത് കുഴപ്പമില്ല, അത് അക്സെപ്റ്റബിൾ ആണ്. കാരണം ചിലത് eMMC സ്റ്റോറേജ് വരാറുണ്ട് ബഡ്ജറ്റ് സെഗ്മെന്റിൽ, ഇവിടെ അതല്ല, UFS 2.2 കൊടുത്തിട്ടുണ്ട്. അതും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. 8GB റാമാണ് വരുന്നത്, അതും നല്ലതാണ്. കാരണം 6GB 4GB ഒക്കെ ഉള്ള ഡിവൈസും ഉണ്ട്, പക്ഷെ അത് ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. 6GB പിന്നെയും കുഴപ്പമില്ല, 4GB ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്തില്ല. ഇതിൽ 8GB റാം ഉണ്ട്, അതേപോലെ 128ഉം 256GB വേരിയന്റുമാണ്, അതും നല്ലതാണെന്ന് ഡെഫിനറ്റ്ലി പറയാം. അപ്പോൾ പെർഫോമൻസിൽ കാര്യമായ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ കാണുന്നില്ല. എഗെയിൻ ഒരു ബഡ്ജറ്റ് ഡിവൈസിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്തുണ്ട്. Dimensity 6300, അതേപോലെ തന്നെ LPDDR4X റാമും UFS 2.2 സ്റ്റോറേജുമാണ് വരുന്നത്. അപ്പോൾ പെർഫോമൻസിൽ കുഴപ്പമില്ല. എഗെയിൻ ബഡ്ജറ്റ് സെഗ്മെന്റിൽ ഗെയിമൊക്കെ അത്യാവശ്യം കളിക്കാവുന്ന ഒരു ചിപ്പാണ്. എഗെയിൻ ഒരു ഹെവി ഗ്രാഫിക് റിച്ച് ഗെയിംസ് ഒന്നും കളിക്കാൻ പറ്റില്ല. ഇനി സ്പീക്കറിന്റെ കാര്യം പറയുകയാണെങ്കിൽ സിംഗിൾ സ്പീക്കറാണ്, ടോപ്പിലാണ് സ്പീക്കർ വരുന്നത്. എഗെയിൻ ബഡ്ജറ്റ് സെഗ്മെന്റിൽ നമുക്ക് ഒരുപാട് ഡിവൈസ് ഒന്നും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് തരാറില്ല, ഇവിടെ നമുക്ക് സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ്, ഒബ്വിയസ്ലി IPS LCD പാനൽ ആയതുകൊണ്ട് തന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അടുത്ത ക്യാമറയിലോട്ട് വരാം. ക്യാമറയിൽ ഇവിടെ നമുക്ക് 50 മെഗാപിക്സൽ പ്രൈമറി സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഡെപ്ത് സെൻസർ ഉണ്ട്, സെക്കൻഡറി ക്യാമറ. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ഒരു 5 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അഗെയിൻ വളരെ ബേസിക് ക്യാമറ എക്സ്പീരിയൻസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വളരെ ഒരു എൻട്രി ലെവൽ ഫോണിന് വേണ്ട ഒരു ബേസിക് ഫീച്ചേഴ്സ് ഒക്കെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇന്റർഫേസ് ഒക്കെ നമുക്ക് ടിപ്പിക്കൽ ലൈക്കൂൻ്റെ ഇന്റർഫേസ് തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് പോകുകയാണെങ്കിൽ 1080p റെസൊല്യൂഷനാണ് മാക്സിമം സപ്പോർട്ടഡ് റിയറിലും ഫ്രണ്ടിലും. അപ്പോൾ അഗെയിൻ ബഡ്ജറ്റ് സെഗ്മെന്റിലെ ഫോൺ 1080p തന്നെ വരാറ്, 1080p 30 FPS തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതെല്ലാം iQOO Z10 Lite എന്നെടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി എന്ന് പറയാം. ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിലുള്ള ഫോണിന് വേണ്ട ഒരു ഡീസെന്റ് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ക്യാമറ സാമ്പിൾസും ഫോട്ടോസൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണോ എന്നുള്ളത് കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതിന്റെ ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 6000 mAh ബാറ്ററിയാണ്. അതിനൊപ്പം തന്നെ നമുക്ക് 18 watt ചാർജിങ് ആണ് വരുന്നത്. അഗെയിൻ വളരെ ബേസിക് ആയ ഒരു ചാർജിങ്ങേ ഉള്ളൂ. ബഡ്ജറ്റ് സെഗ്മെന്റിൽ അതൊക്കെ തന്നെ വരാറുള്ളൂ. എന്നാൽ ചില ഫോണിൽ 33 watt 45 watt ഒക്കെ വരുന്നുണ്ട്. ഇതിൽ 18 watt ചാർജിങ് ആണ്, ബേസിക് ചാർജിങ് ആണ്. 6000 mAh എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി കുറച്ച് സമയം എടുക്കും. എഗെയിൻ നമുക്ക് ഓവർനൈറ്റ് ചാർജ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. ബാറ്ററി പെർഫോമൻസ് നല്ലതാണ്, കാരണം ഒരു HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേയിൽ പവർ ചെയ്യാൻ. അതിനൊപ്പം തന്നെ Dimensity 6300 അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചിപ്പ് കൂടിയാണ്. അതിനൊപ്പം തന്നെ 6000 mAh ബാറ്ററി ഉണ്ട്. അപ്പോൾ ഒരു ബാറ്ററി ചാമ്പ്യൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ലൊരു ബാറ്ററി ലൈഫാണ് നമുക്ക് ഇതിന്ന് കിട്ടുന്നത്. അപ്പോൾ അതിലൊരു സംശയമില്ല. അപ്പോൾ ബാറ്ററി ലൈഫ് നല്ലതാണ്, അതേപോലെ കപ്പാസിറ്റി നല്ലതാണ്. പക്ഷേ ചാർജിങ് സ്പീഡ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു. എഗെയിൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾ എന്താണ് ബാറ്ററി, നിങ്ങൾ എത്രയാണ് ഈ പ്രൈസ് സെഗ്മെന്റിൽ ചാർജിങ് സ്പീഡ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതും കൂടി പോസ്റ്റ് ചെയ്യാം. അതേപോലെ ഇതിനകത്ത് IP54 റേറ്റിംഗ് ഉണ്ട്, ഒരു ബേസിക് പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു iQOO Z10 Liteന്റെ ഒരു അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷനും. ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നല്ലതാണോ അതോ ഇതിൽ എന്താണ് ഇമ്പ്രൂവ്മെന്റ് വേണ്ടത്, എല്ലാം തന്നെ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നിരിക്കണം. ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.